ഏറ്റവും പ്രിയമുള്ളവരെ, അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 11-12 തിരുവചനം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ മക്കളാകാനുള്ള അധികാരം യേശുക്രിസ്തുവിൽ നമുക്ക് കിട്ടിയത് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മുതലാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു. യേശു കർത്താവിന്റെ സഹോദരങ്ങള്, യേശു കർത്താവിന്റെ കൂടെയുള്ളവരെല്ലാം കൂടെയാണ് യേശു വന്നതെങ്കിൽ അവരാരും അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ ആരാണോ അവനെ കൈക്കൊള്ളുന്നത്, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നത്, ഏവർക്കും ദൈവമക്കളാകാനുള്ള അധികാരം ദൈവം കൊടുത്തു. യേശുക്രിസ്തുവിലൂടെ കിട്ടി. ഈ അധികാരമാണ് നമുക്ക് ഇന്ന് യേശുക്രിസ്തു തന്നിരിക്കുന്നത്. ഞാൻ ആരാണ്? ദൈവത്തിന്റെ മകനും മകളുമാണ്. ഈ വചനം കേൾക്കുന്നവരോട് കർത്താവ് പറയാണ്, മക്കളാണെങ്കിൽ അവകാശികളാണ്, അവകാശികളാണെങ്കിൽ കൂട്ടവകാശികളുമാണ്. എവിടെ? സ്വർഗത്തിൽ. മകൻ എന്ന പദവിയും അവകാശവും തന്നിട്ടാണ് ക്രിസ്തുവിൽ നമ്മൾ വേർതിരിയപ്പെട്ടിരിക്കുന്നത്. നമുക്ക് അവകാശമുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം, യേശുവിന്റെ നാമത്തിൽ നമുക്ക് ചോദിക്കാം. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കർത്താവ് നടത്തിത്തരാതിരിക്കുകയില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വന്ന കർത്താവ്, നമ്മൾ ചോദിക്കുന്നതും നമ്മൾ യാചിക്കുന്നതും നമ്മൾ മുട്ടുന്നതെല്ലാം നമുക്കായി തുറന്നു തരുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഞാൻ നിന്നെ മകനായി വേർതിരിച്ചു, മകനെ മകളെ നീ എന്റേതാണ്, എന്റേത് മാത്രമാണെന്ന് യേശു കർത്താവ് പറയാനുള്ള കാരണം മക്കളായതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. മക്കളല്ലെങ്കിൽ കർത്താവ് ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. മകൻ എന്ന പദവിയിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ അപ്പനോട് മക്കൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അതുപോലെ പ്രാർത്ഥിക്കണം. അപ്പനോട് എങ്ങനെ ചോദിക്കുന്നുവോ അതുപോലെ നമുക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം കർത്താവ് തന്നത്. ഇവിടെ ഒരു കാര്യം ഓർക്കണം, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ അടിമയാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാത് സ്വതന്ത്രരാണെന്ന് പറയുമ്പോൾ, യേശുക്രിസ്തു മകൻ എന്ന സ്വാതന്ത്ര്യം നമുക്ക് തരുമ്പോൾ, നമ്മൾ പാപം ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. മകൻ എന്ന പദവിയോട് കൂടെ യേശുവിനോട് ചോദിക്കുവാനും അവന്റെ നാമത്തിൽ നമ്മൾ ആ സ്വർഗീയ അനുഭവം അനുഭവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ആ കർത്താവിന്റെ സ്നേഹത്തിലേക്ക് പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് കടന്നു വരത്തക്ക വിധം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ അഭിഷേകം കൊണ്ട് നമ്മൾ എല്ലാവരും നിറയട്ടെ. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.